പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4th യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ശാകുന്തളം. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ക്വസ്റ്റ്യൻസ് അണ്ടർ വൈൽ വി റീഡ്. ക്വസ്റ്റ്യൻ എ, ഫിയർ ഷ്രിങ്ക്സ് ടു ഹാഫ് ദ ബോഡി സ്മോൾ. എക്സ്പ്ലെയിൻ. ഈ പ്ലേയിൽ കിങ് ദുഷ്യന്ത പറയുന്ന ഡയലോഗിന്റെ ഭാഗമായി പറയുന്ന ഒരു സെന്റൻസ് ആണിത്. ആ മാനിന്റെ ശരീരം ഭയത്താൽ പകുതിയായി ചുരുങ്ങിയിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കുക. The deer was very scared because King Dushyanta was chasing it to hunt. കിങ് ദുഷ്യന്ത ആ മാനിനെ ഏറെ നേരമായി വേട്ടയാടാൻ വേണ്ടി പിന്തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാൻ അമിതമായ ഭയത്തിലായിരുന്നു. It felt it might be killed at any moment. മാനിനറിയാമായിരുന്നു താൻ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന്. Out of great fear, its body looked as if it had become half its size. അതിന്റെ അമിതമായ ഭയത്താൽ ശരീരം പകുതിയായി ചുരുങ്ങിയ പോലെ കാണപ്പെടുന്നു. ഇതാണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ബി, I can hardly keep him in sight. Why does the king say so? എനിക്ക് ആ മാനിനെ ദൃഷ്ടിയിൽ തന്നെ നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് കിങ് ഇങ്ങനെ പറയുന്നത്? The king and his charioteer had been chasing the deer for a long time. രാജാവും അദ്ദേഹത്തിന്റെ തേരാളിയും കൂടെ ഏറെ നേരമായി ആ മാനിനെ വേട്ടയാടാൻ വേണ്ടി പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. The deer was hopping and running as if flying. എന്നാൽ മാനാകട്ടെ അന്തരീക്ഷത്തിലേക്ക് ഉയരത്തിൽ ചാടിക്കൊണ്ട് അതിവേഗം ഓടുകയായിരുന്നു. പറക്കുന്ന പോലെയായിരുന്നു അത് ഓടിയിരുന്നത്. They could hardly keep up with it. അവർക്ക് ആ മാനിന്റെ ഒപ്പം രഥത്തിൽ പിന്തുടരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. And the king felt it would soon escape from his sight. അതുകൊണ്ട് തന്നെ രാജാവിന് തോന്നി ആ മാൻ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷമാകും. അതിനെ ഓടിയെത്തി പിടിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് രാജാവ് അങ്ങനെ പറയുന്നത്. ക്വസ്റ്റ്യൻ സി, വാട്ട് ഈസ് ദ ടെൻഡർ ഫോം ഓഫ് ദ ഡിയർ കമ്പയർഡ് ടു? ആ ഡിയർ, മാനിന്റെ ടെൻഡർ ഫോം, അതിന്റെ തരളിതമായ വളരെ സോഫ്റ്റായ ശരീരം എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? The tender form, here it means soft body of the deer is compared to blossoms. വളരെ മൃദുലമായ സോഫ്റ്റായ ഫ്ലവേഴ്സിനോടാണ്, പൂക്കളോടാണ് ആ മാനിന്റെ ശരീരത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ജി, വാട്ട് ഈസ് ദ ഹെർമിറ്റ്സ് റിക്വസ്റ്റ് ടു ദുഷ്യന്ത? മഹർഷിമാരുടെ ദുഷ്യന്ത രാജാവിനോടുണ്ടായിരുന്ന ആവശ്യം, അപേക്ഷ എന്തായിരുന്നു? The hermit requested King Dushyanta to restore his arrow to the quiver. രാജാവിനോട് അദ്ദേഹത്തിന്റെ ആയുധം അഥവാ ആരോ, അമ്പ്, ആ ക്യൂവറിലേക്ക്, അതിന്റെ ആവനാഴിയിലേക്ക് തന്നെ തിരിച്ചു വെക്കാനാണ് മഹർഷിമാർ ആവശ്യപ്പെട്ടത്. ക്വസ്റ്റ്യൻ ഇ, The hermits refer to Dushyanta as a shining example of kings. Why? ദുഷ്യന്ത രാജാവിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് മഹർഷിമാർ പറഞ്ഞത് രാജാക്കന്മാർക്ക് അനുയോജ്യമായ തിളങ്ങുന്ന ഉദാഹരണം എന്ന രൂപത്തിലാണ് ദുഷ്യന്ത രാജാവിന്റെ പ്രവൃത്തിയെ അവർ പരാമർശിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? When the hermit reminded King Dushyanta that weapons were meant to protect the innocent, not to harm them, and requested him to put his arrow back into the quiver, the king obeyed respectfully. ആയുധം ഇന്നസെന്റ്, നിഷ്കളങ്കരായ വിഭാഗത്തെ സംരക്ഷിക്കാനുള്ളതാണ്, not to harm them, അത്തരക്കാരെ പ്രയാസപ്പെടുത്താനുള്ളതല്ല എന്ന് മഹർഷിമാർ രാജാവിനെ ഓർമ്മിപ്പിച്ചു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ആയുധം അമ്പ് ക്യൂവറിലേക്ക്, ആവനാഴിയിലേക്ക് തിരിച്ചു വെക്കാനും അവർ ആവശ്യപ്പെട്ടപ്പോൾ ദ കിങ് ഒബേഡ് റെസ്പെക്ട്ഫുള്ളി, വളരെ അനുസരണയോടുകൂടി, താഴ്മയോടുകൂടി രാജാവ് അത് അംഗീകരിച്ചു, സ്വീകരിച്ചു. ദ ഹെർമിറ്റ്സ് റെഫർ ടു ദിസ് നോബൽ ഡീഡ് ഓഫ് ദ കിങ് ആസ് എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്. രാജാവിന്റെ ഈ മഹത്തായ പ്രവൃത്തിയെയാണ് മഹർഷിമാർ എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്, രാജകീയമായ, രാജാവിന് അനുയോജ്യമായ തിളങ്ങുന്ന ഉദാഹരണം എന്നൊക്കെ പരാമർശിച്ചത്. Question F. What aspect of the king's character is revealed when he says we must not disturb the hermitage? Hermitage അഥവാ ആശ്രമത്തെ നാം ഡിസ്റ്റർബ് ചെയ്യരുത്, അവരെ ശല്യപ്പെടുത്തരുത് എന്ന് രാജാവ് പറയുന്നു. ഈ വാക്കുകളിലൂടെ അദ്ദേഹത്തിന്റെ ഏത് തരത്തിൽപ്പെട്ട സ്വഭാവമാണ് പ്രകടമാകുന്നത്? The king is humble, respectful and considerate. രാജാവ് വളരെ ഹംബിൾ, താഴ്മയുള്ള, റെസ്പെക്ട്ഫുൾ, ആദരവുള്ള, ആൻഡ് കൺസിഡറേറ്റ്, മറ്റുള്ളവരെ പരിഗണിക്കുന്ന തരത്തിലുള്ള സ്വഭാവക്കാരനാണ് എന്നാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹത്തിന്റെ സ്വഭാവം വ്യക്തമാകുന്നത്. ക്വസ്റ്റ്യൻ ജി,
ഹൂസ് വോയിസ് ഡസ് ദ കിങ് ഹിയർ ടു ദ റൈറ്റ് ഓഫ് ദ ഗ്രോ? ആശ്രമവനത്തിന്റെ വലതുവശത്ത് നിന്ന് ആരുടെ ശബ്ദമായിരുന്നു രാജാവ് കേട്ടിരുന്നത്? ദ കിങ് ഹേഴ്സ് ദ വോയിസ് ഓഫ് ശകുന്തള സ്പീക്കിംഗ് ടു ഹർ ഫ്രണ്ട്സ്. ശകുന്തളയുടെ വാക്കുകളായിരുന്നു രാജാവ് കേട്ടത്. ശകുന്തള തന്റെ തോഴിമാരോട് സംസാരിക്കുന്നതായിരുന്നു രാജാവ് ആശ്രമത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ആശ്രമവനത്തിന്റെ വലതുവശത്ത് നിന്നും കേട്ടത്. Question 8. We shall not be working for a reward, says Priyambada. What does she mean by this? നാം പ്രതിഫലം കാക്ഷിച്ച് മാത്രമായിരിക്കില്ല പ്രവർത്തിക്കുന്നത്, പ്രിയംവദ പറയുന്നു. എന്താണ് പ്രിയംവദ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിയംവദ means that they should also water the trees whose flowering time is over. പുഷ്പിക്കുന്ന കാലം കടന്നുപോയ വൃക്ഷങ്ങൾക്കും വെള്ളമൊഴിക്കണം എന്നാണ് പ്രിയംവദ പറയുന്നത്. അതുകൊണ്ട് അവൾ ഉദ്ദേശിക്കുന്നത്, ഷീ വാണ്ട്സ് ടു സേ ദാറ്റ് ഗുഡ് ഡീഡ്സ് ഷുഡ് ബി ഡൺ ഔട്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കൺസിഡറേഷൻ, നോട്ട് ജസ്റ്റ് ഫോർ എ റിവാർഡ്. നല്ല പ്രവൃത്തികൾ, നന്മ പ്രവൃത്തികളൊക്കെ നാം ദയ, പരിഗണന ഇവ മുൻനിർത്തിയാണ് ചെയ്യേണ്ടത്, അതല്ലാതെ വെറും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കരുത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. Question I. Shakuntala feels that the mango tree is trying to tell her something. ശകുന്തളയ്ക്ക് തോന്നുന്നു മാംഗോ ട്രീ അവരോട് എന്തോ പറയുന്നു എന്ന പോലെ. ഡു യു തിങ്ക് നേച്ചർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് us? ഹൗ? പ്രകൃതിക്ക് നമ്മോട് ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഹൗ? എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? യെസ്, നേച്ചർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് us ഇൻ ഇറ്റ്സ് ഓൺ വേ. അതെ, പ്രകൃതിക്ക് അതിൻ്റെതായ പല മാർഗങ്ങളിലൂടെയും നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ദ റസ്ലിംഗ് ഓഫ് ലീവ്സ്, ദ ബ്ലൂമിംഗ് ഓഫ് ഫ്ലവേഴ്സ്, the gurgling of rivers and the singing of birds. പ്രകൃതിയിലെ പലതരത്തിലുള്ള സ്വരങ്ങളാണ് ഇവയൊക്കെ. ഇലകളുടെയും പൂക്കളുടെയും നദികളുടെയും പക്ഷികളുടെയും ഒക്കെ ഈ ശബ്ദം പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഓൾ എക്സ്പ്രസ് ഡിഫറെന്റ് മൂഡ്സ് ആൻഡ് മെസ്സേജസ്. ഇതെല്ലാം പ്രകൃതിയുടെ പല അവസ്ഥകളെയും പ്രകൃതി നൽകുന്ന പല സന്ദേശങ്ങളുമാണ്. ഇഫ് വി ഒബ്സർവ് കെയർഫുള്ളി, നാം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണെങ്കിൽ, we can feel nature's joy, sorrow and harmony around us. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ പലതരത്തിലുള്ള മൂഡ്സ് നമുക്ക് നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതിയുടെ ജോയ്, സോറോ ആൻഡ് ഹാർമണി എല്ലാം. Question J. The jasmine wine, the mango tree and Shakuntala blend in a unified image. ഈ പ്ലേ വായിക്കുമ്പോൾ മുല്ലവള്ളിയും തേന്മാവും ശകുന്തളയും എല്ലാം ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന അതിമനോഹരമായ ഒരു വിഷ്വൽ ഇമേജ് നമ്മുടെ ഭാവനയിൽ തെളിയുന്നു. ഹാവ് യു കം അക്രോസ് വർക്ക്സ് ഓഫ് ആർട്ട് ഇൻ വിച്ച് ഹ്യൂമൻസ് ആർ ഡെപിക്റ്റഡ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ? മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ വർക്ക്സ് ഓഫ് ആർട്ട്, കലാസൃഷ്ടികൾ, ഇത്തരത്തിലുള്ള മനോഹരമായ പെയിന്റിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ലിസ്റ്റ് എ ഫ്യൂ ദാറ്റ് യു റിമെമ്പർ. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അത്തരത്തിലുള്ള ചില പെയിന്റിങ്സിനെ കുറിച്ചെങ്കിലും പറയുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തരത്തിൽ വളരെ പ്രസിദ്ധമായ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കോഎക്സിസ്റ്റൻസ് ആൻഡ് ഹാർമോണിയസ് ലിവിംഗ് ചിത്രീകരിക്കപ്പെട്ട ഏതാനും ചിത്രങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇന്റർനെറ്റ് സഹായത്തോടുകൂടി ലോകപ്രസിദ്ധരായ പല ആർട്ടിസ്റ്റുകളുടെയും വളരെ പ്രസിദ്ധമായ പെയിന്റിങ്സ് വിദ്യാർത്ഥികൾക്കും കണ്ടെത്താവുന്നതാണ്. Number 1. Raja Ravivarma's Shakuntala, painted in 1898. Number 2. Damayanti Vanavasa by Raja Ravivarma, painted in 1894. Number 3. Hamsa Damayanti by Raja Ravivarma, painted in 1899. Then number 4. Wanderer Above the Sea of Fog by Caspar David Friedrich in 1818. ഒരു ജർമ്മൻ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ, വളരെ പ്രസിദ്ധമായ, അർത്ഥവത്തായ ഒരു മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന ഒരു ചിത്രമാണ് Wanderer Above the Sea of Fog. Question K. What unseasonal quality of the spring creeper does Shakuntala notice? സ്പ്രിംഗ് ക്രീപ്പർ ചെടിയിൽ അതിൻ്റെ അൺസീസണൽ ക്വാളിറ്റി, കാലത്തെയും സമയത്തെയും അതിജയിക്കുന്ന അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണ് ശകുന്തള ആ ചെടിയിൽ കാണുന്നത്? ഈവൻ ദോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ, സ്പ്രിംഗ് ക്രീപ്പർ ചെടി പുഷ്പിക്കാനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ സമയം കടന്നു പോയിരിക്കുന്നു, ഔട്ട് ഓഫ് സീസൺ ആണ്. എന്നിട്ടും ദ സ്പ്രിംഗ് ക്രീപ്പർ ഈസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ടു ദ വെരി റൂട്ട്. അതിൻ്റെ വേര് വരെ ആ ചെടി മുഴുവനായിട്ടും അതിൽ പൂമൊട്ടുകൾ കാണപ്പെടുന്നു. ഇതാണ് അതിൻ്റെ അൺസീസണൽ ക്വാളിറ്റി ശകുന്തള സ്പ്രിംഗ് ക്രീപ്പർ ചെടിയിൽ കാണുന്നത്. Now, let's rewind. There are some more questions under Let's Rewind. Question 1. Describe the king's change in attitude after meeting the hermits.
സന്യാസിമാരെ, മഹർഷിമാരെ കണ്ടുമുട്ടിയതിനു ശേഷം കിങ് ദുഷ്യന്തയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. ആഫ്റ്റർ മീറ്റിംഗ് ദ ഹെർമിറ്റ്സ്, കിങ് ദുഷ്യന്ത ബിക്കെയിം ഹംബ്ലർ. ആ മഹർഷിമാരുമായി കണ്ടുമുട്ടിയതിനു ശേഷം കിങ് ദുഷ്യന്ത കുറച്ചുകൂടെ ഹംബ്ലറായി, കുറച്ചും കൂടെ എളിമയുള്ള, താഴ്മയുള്ള ഒരു വ്യക്തിയായി മാറുന്നതാണ് നാം കാണുന്നത്. He puts his arrows back into the quiver and agreed to visit sage Kanwa's hermitage. ആ മഹർഷിമാർ ആവശ്യപ്പെട്ട പോലെ തന്നെ അദ്ദേഹം ആയുധം അദ്ദേഹത്തിന്റെ ആവനാഴിയിലേക്ക് തിരിച്ചു വെക്കുന്നു. അതോടൊപ്പം തന്നെ കൻവ മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കാനുള്ള അവരുടെ അപേക്ഷയും അദ്ദേഹം സ്വീകരിക്കുന്നു. For entering, he left his chariot so as not to disturb the hermitage. ആശ്രമത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അദ്ദേഹം തന്റെ രഥം ഉപേക്ഷിക്കുന്നു. അദ്ദേഹം നടന്നാണ്, കാൽനടയായാണ് ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആശ്രമത്തെയും ആശ്രമവാസികളെയും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. And removed his ornaments and weapons to be modest and respectful. അതോടൊപ്പം തന്നെ തന്റെ രാജകീയമായ വേഷവിധാനങ്ങളും ആഭരണങ്ങളും എല്ലാം അദ്ദേഹം അഴിച്ചുവെക്കുന്നു, തന്റെ ആയുധം മാറ്റിവെക്കുന്നു. അങ്ങനെ അദ്ദേഹം മോഡസ്റ്റ് ആകുന്നു, വളരെ ലാളിത്യമുള്ള, വളരെ എളിമയുള്ള ഒരു വ്യക്തിയായി മാറുന്നു. ആൻഡ് റെസ്പെക്റ്റബിൾ, എല്ലാവരോടും ആദരവും ബഹുമാനവും കാണിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിലുണ്ടായ മാറ്റങ്ങൾ. Question 2. What would have prompted sage Kanwa to leave the hermitage under Shakuntala's supervision? ആശ്രമം ശകുന്തളയുടെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വത്തിലും ഏൽപ്പിക്കാനും ആശ്രമം വിട്ടുപോകാനുമൊക്കെ കണ്വ മഹർഷിക്ക് ആത്മവിശ്വാസവും പ്രേരണയും നൽകിയ ആ ഘടകം എന്തായിരിക്കും? Sage Kanwa might have felt that Shakuntala was responsible and capable enough to take care of the hermitage, tending to its trees and plants and welcoming guests with a gentle and kind nature. ശകുന്തളക്ക് ഉത്തരവാദിത്ത ബോധവും കഴിവുമുണ്ടെന്ന് കണ്വ മഹർഷിക്ക് ബോധ്യമായിരിക്കാം. ആശ്രമത്തിലെ മരങ്ങളെയും ചെടികളെയും പരിപാലിക്കാനും ആശ്രമത്തിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കാനുമൊക്കെ ശകുന്തളക്ക് വിത്ത് ഹർ ജെന്റിൽ ആൻഡ് കൈൻഡ് നേച്ചർ, അവളുടെ സ്വതസിദ്ധമായ, വളരെ മാന്യമായ, ദയാപൂർണമായ പെരുമാറ്റം കൊണ്ടൊക്കെ അതിഥികളെ സ്വീകരിക്കാനുമൊക്കെ ആകും, അവൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള ബോധ്യം കണ്വ മഹർഷിക്കുണ്ടായിരിക്കാം. Question 3. How does the king guess that there is a hermitage in the vicinity? മാലിനി തീരത്ത് കണ്വ മഹർഷിയുടെ ആശ്രമം തേടി ആ വനത്തിലൂടെ ദുഷ്യന്ത രാജാവ് നടക്കുമ്പോൾ ആ വിസിനിറ്റിയിൽ, ആ പരിസര പ്രദേശത്ത് ഒരു ആശ്രമം ഉണ്ടാകും എന്ന് രാജാവിന് ബോധ്യമായ, അല്ലെങ്കിൽ അദ്ദേഹം ഊഹിക്കാൻ ഇടയാക്കിയ കാര്യം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അവിടെ ഒരു ആശ്രമം ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാൻ സാധിച്ചത്? The precinct of the grove showed signs of a hermitage. അദ്ദേഹം എത്തിയിരിക്കുന്ന ആ വനം, അതിന്റെ പ്രസിന്റ്, അതിന്റെ സറൗണ്ടിങ് ഏരിയ, അതിന്റെ ചുറ്റുപാട് കാണുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ആശ്രമം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആ പരിസര പ്രദേശം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതായത് the rice grains under the trees dropped by parrots. മരങ്ങൾക്ക് താഴെ തത്തകൾ കൊണ്ടിട്ട നെൽമണികൾ അദ്ദേഹത്തിന് സൂചന നൽകി. The pounding stones with traces of almond oil. ആമൻഡ് ഓയിലിന്റെ ലക്ഷണമുള്ള, അതിന്റെ അടയാളം ഇപ്പോഴും നിൽക്കുന്ന പൗണ്ടിങ് സ്റ്റോൺസ്, പൊടിക്കാനും അരക്കാനുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ, അതിൽ ഇപ്പോഴും ആൽമണ്ട് ഓയിലിന്റെ ചില ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള കല്ലുകൾ കാണുന്നു. ആൻഡ് ദ ട്രസ്റ്റ്ഫുൾ ഡിയർ ദാറ്റ് ഡിഡ് നോട്ട് റൺ അവേ. മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും കണ്ട് പേടിച്ചോടാത്ത മാൻകൂട്ടത്തെയും കാണുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു ആശ്രമത്തിന്റെ സാന്നിധ്യം നൽകിയ സൂചനകളായിരുന്നു. All prompted the king to guess that there was a hermitage nearby. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് ഈ പരിസര പ്രദേശത്തിന് തന്നെ ഒരു ആശ്രമം ഉണ്ടാകുമെന്നുള്ള സൂചന നൽകി അദ്ദേഹത്തിന് അത് ഊഹിക്കാൻ സാധിച്ചു. Question 4. Father Kanwa cares more for the hermitage trees than he does for you, says one of Shakuntala's friends. കണ്വ മഹർഷി ആശ്രമത്തിലെ മരങ്ങളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, മകളായ നിന്നെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ. ശകുന്തളയുടെ തോഴിമാരിൽ ഒരാൾ പറഞ്ഞതാണിത്. How are the plants and trees treated by the inmates of the hermitage? ആ ആശ്രമത്തിലെ അന്തേവാസികൾ എങ്ങനെയായിരുന്നു ആശ്രമവനത്തിലെ മരങ്ങളെയും ചെടികളെയും പരിപാലിച്ചിരുന്നത്? Do we try to maintain this attitude to nature? നാം പ്രകൃതിയോട് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം വെച്ചു പുലർത്തേണ്ടതുണ്ടോ? Explain. വിശദീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ എക്സാമിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. The inmates of the hermitage cared for the trees and plants as if they were members of the
ഓൺ ഫാമിലി. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു ആശ്രമത്തിലെ അന്തേവാസികൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെയും ചെടികളെയും പരിപാലിച്ചിരുന്നതും കരുതിപ്പോന്നിരുന്നതും. ശകുന്തള treated the jasmine vine and the spring creeper like her sisters. അവിടെ ഉണ്ടായിരുന്ന മുല്ലവള്ളികൾ, സ്പ്രിംഗ് ക്രീപ്പർ, ഇതൊക്കെ ഈ ചെടികളെയൊക്കെ ശകുന്തള സ്വന്തം സഹോദരിമാരെ പോലെയാണ് കരുതിയത്. While Father Kanwa looked after the trees just as lovingly as he cared for his daughter. പിതാവ് കണ്വ മഹർഷി തന്റെ മകൾ ശകുന്തളയെ പരിപാലിച്ചിരുന്ന അതേ സ്നേഹത്തോടെയും ശ്രദ്ധയോടും കൂടിയായിരുന്നു പല മരങ്ങളെയും ചെടികളെയും അദ്ദേഹവും പരിപാലിച്ചിരുന്നതും ശ്രദ്ധിച്ചിരുന്നതും. ശകുന്തള felt as if the mango tree was speaking to her. ആശ്രമത്തിലെ തേന്മാവ് ശകുന്തളയോട് സംസാരിക്കുന്ന പോലെ അവൾക്ക് തോന്നിയിരുന്നു. Its branches moving like hands. ആ മാവിന്റെ ശിഖരങ്ങൾ കൈകൾ വിളക്കുന്ന പോലെയൊക്കെയായിരുന്നു ശകുന്തളയ്ക്ക് തോന്നിയിരുന്നത്. Her friends അനസൂയ and പ്രിയംവദ, തന്റെ തോഴിമാരായിരുന്ന അനസൂയയും പ്രിയംവദയും saw the mango tree and the jasmine vine as a lovely pair like husband and wife. ആ തേന്മാവും മുല്ലവള്ളിയും ഭാര്യാഭർത്താക്കന്മാർ വളരെ മനോഹരമായ ഒരു പ്രണയ ജോഡികൾ പോലെയായിരുന്നു ഈ തോഴിമാർ വിശേഷിപ്പിച്ചിരുന്നത്. They watered all the plants whether they were in bloom or not without looking for any rewards. അവരെല്ലാവരും ഈ ചെടികളെയും മരങ്ങളെയും അവർ പുഷ്പിച്ചിരിക്കുകയാണോ അതല്ല അവയുടെ ബ്ലൂമിംഗ് ടൈം കഴിഞ്ഞു പോയോ എന്നൊന്നും പരിഗണിക്കാതെ, യാതൊരു റിവാർഡും പ്രതീക്ഷിക്കാതെ, ഒരു പ്രതിഫലവും കാക്ഷിക്കാതെയായിരുന്നു അവർ എല്ലാ ചെടികളെയും പരിപാലിച്ചിരുന്നതും അവയ്ക്ക് വെള്ളം നനച്ചിരുന്നതും. Question 5. Pick out instances from the play that show the harmonious coexistence of all beings. പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും വളരെ ഒത്തൊരുമയോടുകൂടി സഹവസിക്കുന്നു എന്ന് കാണിക്കുന്ന വാക്കുകൾ, വരികൾ ഉദാഹരണമായി ഈ പ്ലേയിൽ നിന്നും കണ്ടെത്തുക. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. The following lines from the play show the harmonious coexistence of all beings. ഈ പ്ലേയിൽ നാം കാണുന്ന ഈ വരികൾ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും വളരെ ഒത്തൊരുമയോടുകൂടി സഹവസിക്കുന്നു എന്ന് സൂചന നൽകുന്നു. Why here are rice grains dropped from the bills of parrots' chicks beneath the trees, and pounding stones were sticks a little almond oil, and trusted deer that do not run away as we draw near. ഈ വരികളിൽ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, ധാന്യങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും വളരെ ഒത്തൊരുമയോടുകൂടി സഹവസിക്കുന്നു എന്നാണ്. ഇത്രയുമാണ് ശാകുന്തളം എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സും. ക്വസ്റ്റ്യൻസ് അണ്ടർ വൈൽ വി റീഡ്, ക്വസ്റ്റ്യൻസ് അണ്ടർ ലെറ്റ്സ് റിവൈൻഡ്, ഇതെല്ലാം നാം വിശദീകരിച്ചു. ഇതിൽ ചിലതെങ്കിലും എക്സാമിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനായി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതുമാണെന്നും വിദ്യാർത്ഥികൾ ഓർത്തുവെക്കുക. വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ ലെസൺ ശരിയാംവിധം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും, എക്സാമിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റീസ്, ഡിസ്കോഴ്സസ് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.